പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ഓഫീസിലിരുന്ന സമയം തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കണം എന്നുള്ള വല്ലാത്തൊരു ടെംപ്ടേഷൻ, വല്ലാത്തൊരു കൊതി. അത് വേറെ ഒന്നുമല്ല കേട്ടോ, നല്ല ചൂട് കുത്തിരി ചോറും കുറച്ച് നല്ല കുറുകിയ സാമ്പാറും കുറച്ച് പച്ചമോരും ഒരു മീൻ വറുത്തതും അച്ചാറും കൂട്ടി നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കണം. 2-3 ദിവസമായിട്ട് പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പും അതുപോലെ ഓഫീസിലെ ഫുഡും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫുഡ് അങ്ങോട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഇന്ന് എങ്ങനെയോ മനസ്സിൽ കയറി പറ്റി. പണ്ടൊക്കെ നാട്ടിൽ നമ്മൾ സദ്യ കഴിക്കുമ്പം സാമ്പാറും മോരും കൂട്ടി കഴിക്കുമല്ലോ, അതെങ്ങനെയോ മനസ്സിൽ കൂടി കയറിയതാണ്. ആക്ച്വലി ഇന്ന് നമ്മൾ ഓഫീസ് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടും എൻ്റെ കൊതി എന്നെ സമ്മതിക്കാത്തതുകൊണ്ടും ഞാൻ അതിൽ നിന്ന് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. പിന്നെ നമുക്ക് പണ്ടേ ഫുഡെന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. എന്തെങ്കിലും കഴിക്കാൻ തോന്നാൽ അത് അന്നേരം ഉണ്ടാക്കി കഴിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കുക എന്നതാണ് നമ്മുടെ പോളിസി. ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും ഞാൻ റെഡിയല്ല. സത്യം പറഞ്ഞാൽ നാട്ടിലെ ഒരുപാട് കോമ്പിനേഷൻ ഫുഡ്സ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടാണ് അമ്മ ഫുഡ് വെക്കുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡായി എന്നുള്ളതാണ്. പിന്നെ നാട്ടിലെ പച്ചമോര് പോലെയൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ പച്ചമോര്. കാര്യം ഞാൻ ഗ്രീക്ക് യോഗേർട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി പച്ചമോരെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഭാരം തന്നെയാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ പോയിട്ട് ചോറൊക്കെ കൊണ്ട് ഏറ്റവും അവസാനം സംഭാരം കുടിക്കുന്നത്, ഓഹ് എൻ്റെ പൊന്നെ, അത് വേറൊരു ലെവൽ. ആ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ കിട്ടില്ലെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണല്ലോ. അപ്പം കഥ പറഞ്ഞ് വീഡിയോയുടെ ലൈനിൽ കഴിയാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട.